ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉള്ളതായ ഒരു ദിവസം 4-5 പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ ഗുരുദേവനെ സന്ദർശിക്കാൻ എത്തി. ആ സ്ത്രീ ഗുരുദേവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവർ ഏറെ ദുഃഖിതയായിരുന്നു. അവരോടൊപ്പം വന്നവരിൽ ഒരാൾ ഗുരുദേവനോട് പറഞ്ഞു, ഇവർക്ക് ചാത്തൻ്റെ ഉപദ്രവമാണ്. ചാത്തൻ്റെ കല്ലേറുകൊണ്ട് പൊറുതിമുട്ടി. ഇവരുടെ ജീവിതം ചാത്തൻ മൂലം അസഹ്യമായിരിക്കുന്നു. എപ്പോഴും കല്ലുകൾ വന്ന് ഇവരുടെ ദേഹത്ത് മുട്ടിയില്ല എന്ന തോതിൽ വീണുകൊണ്ടിരിക്കുന്നു. സ്വാമി രക്ഷിക്കണം. ഗുരുദേവൻ പറഞ്ഞു, ചാത്തൻ ഇനിയും കല്ലെറിയട്ടെ, അപ്പോൾ പരിഹാരമുണ്ടാക്കാം. ഉടൻ തന്നെ ഒരു കല്ല് എങ്ങു നിന്നോ വന്ന് ആ സ്ത്രീയുടെ സമീപത്തായി വീണു. ഗുരുദേവൻ ആ കല്ല് എടുത്തിട്ട് അതിൽ ചുണ്ണാമ്പ് പുരട്ടിയിട്ട് അവിടെ നിന്ന ആരോഗ്യവാനായ ഒരാളോട് അത് പുഴയുടെ അക്കരെ കാട്ടിലേക്ക് എറിയാൻ പറഞ്ഞു. അയാൾ ആ കല്ല് ആറ്റിനക്കരെയുള്ള കാട് പിടിച്ചു കിടന്ന സ്ഥലത്തേക്ക് വീഴത്തക്ക വിധം എറിഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ചാത്തനാണ് കല്ലെറിയുന്നതെങ്കിൽ ആ കല്ലുകൊണ്ട് തന്നെ എറിയട്ടെ. ഉടൻ ആ ചുണ്ണാമ്പ് പുരട്ടിയ അതേ കല്ല് തന്നെ സ്ത്രീയുടെ സമീപത്ത് വന്നു വീണു. ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാം, ചാത്തൻ പറഞ്ഞാൽ അനുസരണയുള്ളവൻ തന്നെ. ഇനിമേലാൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കരുത്. പിന്നീട് ഒരിക്കലും ആ സ്ത്രീക്ക് ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. മറ്റൊരു സംഭവം, സദാ മദ്യപിച്ച് മത്തനായി നടക്കുന്ന വേലായുധൻ പിള്ള എന്ന ഒരാൾ ഗുരുദേവനെ വന്ന് കണ്ടു വന്നിച്ച് മാറി നിന്നു. ഗുരുദേവൻ അയാളോട് കള്ളുകുടി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. എനിക്ക് കള്ളുകുടി നിർത്താൻ പറ്റുന്നില്ല സ്വാമി എന്ന് അയാൾ പറഞ്ഞു. ഗുരുദേവൻ അയാളോട് നാം ഒരു കൂട്ടം തരാം, അത് കുടിക്കാമോ എന്ന് ചോദിച്ചു. തന്നാൽ കുടിക്കാം എന്നും അയാൾ പറഞ്ഞു. ഗുരുദേവൻ ഒരു ശിഷ്യനോട് ഒരു കുപ്പിയിൽ അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഗുരുദേവൻ ശിഷ്യൻ കൊണ്ടുവന്ന കുപ്പിയിലെ വെള്ളം ഒന്ന് കുലുക്കിയിട്ട് വേലായുധൻ പിള്ളയ്ക്ക് കുടിക്കാൻ കൊടുത്തു. അയാൾ അത് വാങ്ങി അല്പം കുടിച്ചപ്പോഴേ ഛർദി തുടങ്ങി. വയറ്റിൽ കിടന്ന കള്ള് മുഴുവനും അവിടെ ഛർദിച്ചു എന്നേ പറയുള്ളൂ. പിന്നീട് അയാൾക്ക് കള്ളെന്ന പേര് പോലും കേട്ടുകൂടാ എന്ന മട്ടിലായി. നമസ്കാരം.